അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് തീരുമാനമെടുത്ത് അതിനുവേണ്ടിയുള്ള വിവിധ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഈ ചോദ്യോത്തര സമയം അവസാനിക്കുന്നത് വരെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവരുടെ മുമ്പിൽ അനിവാര്യമായും വരേണ്ട കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുകയും സംശയങ്ങൾക്ക് നിവാരണം വരുത്തുകയും ചെയ്തുകൊണ്ടുവന്നതാണ്. ഞാൻ ഈ സമാപനത്തിൽ പരസ്പര ബന്ധമില്ലാത്ത ഏതാനും കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ അനുചരന്മാരോട്, നിങ്ങൾ ബനൂ ഖുറൈളയിൽ എത്തിയതിന് ശേഷം മാത്രമേ അസർ നമസ്കരിക്കാവൂ. ഒരു യുദ്ധം കഴിഞ്ഞ്, കന്ദക്ക് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധത്തിൽ നിന്ന് വിരമിച്ച ഉടനെ വേണ്ടത്ര വിശ്രമിക്കാൻ പോലും സമയം കിട്ടാത്ത സ്വഭാവത്തിൽ അടിയന്തര പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് തൻ്റെ അനുചരന്മാരുടെ ഒരു സംഘത്തെ ബനൂ ഖുറൈളയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവരോട് പറയുന്നത്, ലാ യുസല്ലിയന്ന അഹദും അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ബനൂ ഖുറൈളയിൽ എത്തിയതിന് ശേഷമല്ലാതെ നിങ്ങളിൽ ആരും തന്നെ അസ്ർ നമസ്കരിക്കരുത്. ഇത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ വേറൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ സഹാബത്ത് ഈ നിർദ്ദേശം ശിരസാ വഹിച്ച് ഇവർ പുറപ്പെട്ടു. അവർക്ക് പറ്റാവുന്ന വേഗത്തിൽ പോയി. പക്ഷേ അസ്ർ നമസ്കരിക്കുന്നതിന് മുമ്പ് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അസറിന്റെ സമയമായി. സ്വാഭാവികമായിട്ടും സഹാബിമാർ പരസ്പരം ചോദിച്ചു, അല്ല അസർ നമസ്കരിക്കണ്ടേ? അപ്പോൾ വേറെ ചില സഹാബിമാർ പറഞ്ഞു, നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അവിടെ എത്തിയിട്ട് നമസ്കരിച്ചാൽ മതി എന്നല്ലേ. അങ്ങനെ അനുചരന്മാരിൽ കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നമസ്കാരവും അതാതിൻ്റെ സമയത്ത് നമസ്കരിക്കാനാണല്ലോ നിർദ്ദേശിച്ചിട്ടുള്ളത്, ആ കൽപ്പന വിശുദ്ധ ഖുർആനിലുമുള്ളതാണല്ലോ, അത് മാറ്റാൻ നമുക്ക് അനുവാദമില്ലല്ലോ എന്ന് മനസ്സിലാക്കി വഴിയിൽ വെച്ച് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മോട് പറഞ്ഞത് അവിടെ എത്തിയിട്ട് നമസ്കരിച്ചാൽ മതി എന്നാണ്. അതുകൊണ്ട് വഴിയിൽ വെച്ച് നമസ്കരിക്കേണ്ടതില്ല എന്ന് വേറെ കുറച്ചാളുകളും തീരുമാനിച്ചു. ഈ രണ്ട് സംഭവങ്ങളും, അങ്ങനെ വഴിയിൽ വെച്ച് നമസ്കരിക്കുന്നവർ അങ്ങനെ നമസ്കരിച്ചു, അല്ലാത്തവർ അവിടെ ചെന്ന് ലേശം വൈകി പിന്നീട് നമസ്കരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഒരു കൂട്ടരെ ശരിവെക്കുകയോ ഒരു നിലപാടുകാരെ ശരിവെക്കുകയോ മറ്റേ നിലപാടുകാരെ ആക്ഷേപിക്കുകയോ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ട് പ്രവൃത്തികളും അംഗീകരിച്ചു. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ ആ രണ്ട് നിലപാടുകളും അല്ലെങ്കിൽ രണ്ടിലധികം നിലപാടുകളും ശരിയാണ് എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മോട് ചിലർ ചോദിക്കാറുള്ളത്, എങ്ങനെ രണ്ടും ഒരേ സമയം ശരിയാവുക എന്നാണ്. അപ്പൊ എങ്ങനെയാണ് രണ്ടും ഒരേ സമയം ശരിയാവുക എന്ന് ഈ സംഭവം മുന്നിൽ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം രണ്ടു കൂട്ടരും പ്രവാചകന്റെ കൽപ്പന ശിരസാ വഹിച്ചതാണ്. ഒരു കൂട്ടർ അതിൻ്റെ ബാഹ്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചു. വേറെ ഒരു കൂട്ടർ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബാഹ്യ കൽപ്പനയുടെ താല്പര്യം
അവിടെ എത്തിയിട്ടേ നമസ്കരിക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വേഗത്തിൽ പോകണം എന്ന് മാത്രമാണ്. നമ്മൾ വേഗത്തിൽ പോയി, പക്ഷെ എത്തിയില്ല. അതുകൊണ്ട് നമസ്കാരം സമയത്തിൽ നിന്ന് പിന്തിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് അവർ വഴിയിൽ നമസ്കരിച്ചു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, ഇസ്ലാമിക വിഷയങ്ങളിൽ രണ്ട് സ്വഭാവത്തിലുള്ള വിഷയങ്ങളുണ്ട്. നമുക്ക് മാറ്റാൻ അനുവാദമില്ലാത്ത അടിസ്ഥാന അധ്യാപനങ്ങളുണ്ട്. അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അതിൻ്റെ ആ ഭാഷാ ഘടനയിൽ തന്നെ പ്രാധാന്യപൂർവ്വം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രാമാണികരായ പണ്ഡിതന്മാരൊക്കെ അത് ആ നിലക്ക് നമ്മെ പഠിപ്പിക്കുകയും വിശദീകരിച്ച് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അടിസ്ഥാനപരമായ ഈ നിലപാടുകളോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രായോഗിക വശങ്ങളിൽ, വിശദാംശങ്ങളിൽ ഒന്നിലധികം കാഴ്ചപ്പാടുകൾക്ക് സാധ്യതയുള്ള വിഷയങ്ങളുമുണ്ട്. ആ വിശാലതയുള്ള ഫിഖ്ഹി മസ്അലകളെ, അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ മേഖലകളെ ആ വിശാലതകളോടെ അംഗീകരിക്കലാണ് ഇസ്ലാമിക സംസ്കാരം. അതാണ് പ്രവാചകനെ പിൻപറ്റുന്നതിൻ്റെ താല്പര്യം. അവിടെ കടുംപിടുത്തം നടത്തലല്ല. ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളോട് ഞാനിപ്പോൾ ഈ സംഭവം പറഞ്ഞത് രണ്ട് കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒന്നാമത്തത്, നമ്മളിപ്പോൾ കുറെ പഠിച്ചു, കുറെ മനസ്സിലാക്കി, എന്നിട്ട് സാധ്യമാകുന്ന അത്ര സൂക്ഷ്മത പുലർത്തി. എന്നാലും ചിലപ്പോൾ ചിലരുടെ കർമ്മങ്ങൾ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്തത് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ലക്ഷക്കണക്കിന് അനുചരന്മാരും ഹജ്ജ് ചെയ്തു. എന്നിട്ട് ഹജ്ജ് കർമ്മത്തിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ അതിലിടപെട്ടുകൊണ്ട് ആളുകൾ, സഹാബിമാർ, അനുചരന്മാർ പറയുന്നുണ്ട്, ഞാൻ അറുക്കുന്നതിന് മുമ്പ് മുടിയെടുത്തു, ഞാൻ എറിയുന്നതിന് മുമ്പ് ബലിയെറുത്തു എന്ന് പറഞ്ഞാൽ പല മസലകളും പല സംശയങ്ങളും അവർ ചോദിക്കുന്നുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തോ, തകരാറില്ല എന്ന് പറഞ്ഞാൽ ഈ കർമ്മങ്ങളിൽ നമുക്ക് നിഷ്ഠ വേണം. കർമ്മങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. യഥാവിധി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ കർമ്മശാസ്ത്രത്തിൻ്റെ ഈ വിശാല തലങ്ങളിൽ ഒരു വിശാലത നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കർമ്മം വേറെ ഒരു കർമ്മത്തോട്, അത്തരം വിശാലത നൽകപ്പെട്ട വിഷയങ്ങളിൽ ഒരു കർമ്മം മറ്റൊരു കർമ്മത്തോടെ മുന്നിലായി അല്ലെങ്കിൽ മറ്റൊരു കർമ്മത്തിൻ്റെ പിന്നിലായി എന്നത് നമ്മുടെ അടിസ്ഥാനപരമായ അനുഷ്ഠാനങ്ങളെ ബാധിക്കുകയില്ല എന്ന ഒരു വിശാലതയോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സ്വഭാവത്തിൽ കർമ്മശാസ്ത്ര മേഖലയുടെ വിശാലത മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഒരു സമാധാനം കിട്ടാൻ അത്യാവശ്യമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു വശം, നമ്മളിപ്പോൾ ഹറമിൽ ചെന്നിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ പലതരത്തിൽ കൈകെട്ടിയ ആളുകളെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇതൊക്കെ വമ്പിച്ച സംഭവങ്ങളായി കൊണ്ടു നടക്കുന്നതാണ്. അപ്പം നെഞ്ചത്ത് കൈവെട്ടിയവരുണ്ടാകും, പുക്കിളിൻ്റെ താഴെ കൈവെട്ടിയവരുണ്ടാകും, ഏകദേശം വയറിന്മേൽ കൈകെട്ടിയവരുണ്ടാകും, കൈ അഴിച്ചിട്ട് എവിടെയും കൈകെട്ടാതെ അങ്ങനെ നിന്ന് നമസ്കരിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ ഓരോരുത്തരെയും സംവാദം നടത്തി, നമുക്കറിയാവുന്ന ഭാഷയിൽ അവരോട് സംവാദം നടത്തി ഇതൊക്കെ ഒന്ന് ശരിയാക്കി കളയാം എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ ആളുകളുടെ ഈ ചെയ്തികളെ കാണുന്നതെങ്കിൽ നമുക്ക് മനസമാധാനത്തോടെ ഒരു കർമ്മവും പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഫിഖ്ഹിന്റെ ഒരു വിശാലതയിൽ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്ന റിപ്പോർട്ടുകളിൽ ഇങ്ങനെ വിശാലതയോടെ ഒന്നിലധികം ആവിഷ്കാരങ്ങൾക്ക് സാധ്യതയുള്ള അധ്യാപനങ്ങളുണ്ട്. ആ അധ്യാപനങ്ങളിൽ ആ വിശാലതയോടെ അതിനെ അംഗീകരിക്കലാണ് ഇസ്ലാം, അല്ലെങ്കിൽ അതാണ് ഇസ്ലാമിൻ്റെ ചൈതന്യം എന്ന് മനസ്സിലാക്കുന്ന പ്രസ്ഥാനവും കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനിടയിൽ രണ്ടഭിപ്രായമുള്ള മസ്അലകളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്താനല്ല, മുസ്ലിം ഉമ്മത്തിന് ഏകാഭിപ്രായമുള്ള വിഷയങ്ങളിൽ ഏകോപിച്ച് പ്രവർത്തിക്കാനാണ് മുസ്ലിം സമൂഹത്തോട് നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ അണികൾ നോക്കിയാൽ അതിൽ 4 മദ്ഹബിൻ്റെ ആളുകളെയും കാണാം, ഒരു മദ്ഹബും വേണ്ട എന്ന് കരുതുന്നവരെയും കാണാം. കാരണം ഇവർക്കൊക്കെ യോജിക്കാവുന്ന ദീനിൻ്റെ അടിസ്ഥാന അധ്യാപനങ്ങളാണ് ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, കർമ്മശാസ്ത്ര രംഗം എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ കാര്യങ്ങളെപ്പോലെ, ഇസ്ലാം കാര്യങ്ങളെപ്പോലെ, അക്കീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പോലെ, ദീനിൻ്റെ അടിസ്ഥാന അധ്യാപനങ്ങളെപ്പോലെ ഒരു വിട്ടുവീഴ്ചക്കും ഒരു നീക്കുപോക്കിനും സാധ്യമില്ലാത്ത തലങ്ങളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കർമ്മശാസ്ത്രത്തിൻ്റെ വിശാല തലങ്ങളുണ്ട്, അടിസ്ഥാന അധ്യാപനങ്ങളുമുണ്ട്. ഇതിനെ രണ്ടിനെയും വേറെ വേറെ മനസ്സിലാക്കി ആ വിശാലമായ തലങ്ങളെ അതിൻ്റെ വിശാലതയോടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അത് നമുക്ക് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു സമാധാനവും ഏകാഗ്രതയും കിട്ടാനും മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകോപനം സാധ്യമാകാനും അനിവാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഗതി, ഇപ്പൊ നിങ്ങൾ ഹജ്ജിന് പോകാൻ ഒരുങ്ങി, ഏതാണ്ട് യാത്ര പറയാൻ തീരുമാനിച്ചു, ആളുകൾ യാത്രയപ്പ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെ ചിലരും പേരും പ്രശസ്തിയും ആഗ്രഹിച്ചു വലിയ യാത്രയപ്പ് പരിപാടികൾ തന്നെ സംഘടിപ്പിക്കുന്നു. അത്രയും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുങ്ങിയാലും
ചിലപ്പം പോകാൻ പറ്റിയില്ല എന്ന് വരാം. കാരണം ഇതൊക്കെ അന്തിമമായി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച എൻ്റെ നാട്ടിൻ്റെ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലാണ് ആ വാൾപ്പാറയിലേക്ക് ടൂർ പോയിട്ട് ആ 9 പേര് മരിച്ച ആ യാത്രാ സംഘത്തിൻ്റെ വീട്. ഞാൻ അപകടത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് അതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അള്ളാഹു ആ മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകുകയും അവരുടെ കുടുംബത്തിന് മനസമാധാനവും സ്ഥൈര്യവും നൽകുകയും ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപകടങ്ങൾ മാത്രമല്ല, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപകടങ്ങളൊന്നുമില്ലാതെയും നമ്മുടെ യാത്ര മുടങ്ങാം. കാരണം ഇത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്കുള്ള യാത്രയാണ്. പല സംവിധാനങ്ങളും ഒത്തൊരുമിച്ച് ഏകോപിച്ച് പ്രവർത്തിച്ചാൽ മാത്രം സാധ്യമാകുന്നതാണ് ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ യാത്ര, നമ്മളുടെ ഈ ഒരുക്കം അവിടെ എത്തി അമലുകൾ അതിൻ്റെ യഥാവിധി രൂപത്തിൽ നിർവഹിച്ച് സുരക്ഷിതമായി തിരിച്ചു വരാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒന്ന്. ഇനി രണ്ടാമത്തത്, എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെ യാത്ര മുടങ്ങി എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെ സംഭവിച്ചാലും അതാണ് ആ വിഷയത്തിൽ ഖൈറ് എന്ന് മനസ്സിലാക്കാൻ, എന്നിട്ട് തകർന്നു പോകാതെ അതിനെ മനസ്സാ ഉൾക്കൊണ്ട് അതിനെയും നമുക്കൊരു ആ അവസരത്തെയും ഒരു ഇബാദത്താക്കി മാറ്റാൻ എങ്ങനെ കഴിയും? അല്ലാതെ ഇബ്ലീസ് എങ്ങനെ അവിടെ ആ അവസരം പ്രയോജനപ്പെടുത്താൻ ഇബ്ലീസിനെ എങ്ങനെ മണ്ണൊരുക്കി കൊടുക്കാം എന്നല്ല, ആ പ്രതിസന്ധിയെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഭൂമിയിലോ നിങ്ങളിലോ ഒരു തരത്തിലുള്ള വിപത്തും സംഭവിക്കുന്നില്ല. ഈ വിപത്ത് സംഭവിക്കുന്നതിന് മുന്നേ അത് വളരെ കൃത്യമായിട്ട് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. എന്ന് പറഞ്ഞാൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ അറിവും അംഗീകാരവും കൂടാതെ ഈ ദുനിയാവിൽ ഒരു ചുക്കും ഒരു വസ്തുവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്നതോ നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നതോ ആയ എല്ലാ കാര്യങ്ങളും ദൈവനിശ്ചയം എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ, അതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ് പറയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാ? പടച്ചോൻ പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിക്കുമ്പോൾ നിങ്ങൾ പൊടുന്നനെ തകർന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേശം ഭൗതികമായ ഒരു മികവ് സംഭവിക്കുമ്പോൾ നിങ്ങൾ നിലവിട്ട് അഹങ്കരിക്കാതിരിക്കാൻ, ഇത് രണ്ടും സംഭവിക്കാതിരിക്കാൻ എല്ലാത്തിൻ്റെയും കടിഞ്ഞാൻ രാജനായ റബ്ബിൻ്റെ കയ്യിലാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും വേണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഹജ്ജ് പടച്ചവന്റെ പ്രീതി മാറ്റുരക്കപ്പെടുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭമായതുകൊണ്ട് ഇത് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ എന്ന് പറഞ്ഞല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല നിർദ്ദേശങ്ങളും മാറി കൊടുത്ത് പരീക്ഷിച്ചപ്പോൾ എല്ലാം വിജയകരമായി പൂർത്തീകരിച്ചു. ആ ഇബ്രാഹിമിന്റെ പാദസ്പർശമേറ്റ മണ്ണിലേക്കാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പണിതുയർത്തിയ ആ ഭവനത്തിലേക്കാണ്, അവരുടെ ഓർമ്മകളും അവരുടെ സ്മരണകളും അന്തിയുറങ്ങുന്ന പ്രദേശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചില്ലറ പരീക്ഷണങ്ങളൊക്കെ നമ്മളിലും അള്ളാഹു നടത്തും, നമ്മൾ എത്രയുണ്ട് എന്നറിയാൻ. അവിടെ പതറാതിരിക്കാനുള്ള സ്ഥൈര്യം നമുക്ക് വേണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ സംഗതി, യാത്രയിലൊക്കെ പലപ്പോഴും കുറേ ആളുകൾ, ഇത് കുറച്ച് ആളുകളല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ചെയ്യുന്നതാണ് ഹജ്ജ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ സംഗതിയും നടക്കൂല. നമ്മളിപ്പോൾ നമ്മൾ ഈ ഹജ്ജിന് ഞാൻ ഇതിൻ്റെ കൂടെ പോയപ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഈ മിനയിലൊക്കെ ഇരിക്കൂല, വെറുതെ ഇരിക്കും. മിനയിൽ ഇപ്പം നിസ്കാരം വരെ, നേരത്തെ ഇവിടെ സമീർ സാഹിബ് പറഞ്ഞ മാതിരി നമസ്കാരം വരെ ജമ്മും കസറുമാണ്, ഏത് ഫർള് നമസ്കാരം വരെ. അപ്പോൾ ധാരാളം സമയമുണ്ട്. അപ്പോൾ ഈ ടെൻറ്റിൽ ആളുകൾ അപ്പുറത്തെ ടെൻറ്റിൽ പോകും. ഇവിടത്തേക്ക് കഴിഞ്ഞിട്ട്, ഇവിടെ ഉള്ളവരോടുള്ള മൊത്തം സംസാരം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് പോണത്. എന്നിട്ട് നിങ്ങളെ ട്രിപ്പിന് എത്ര റുപ്യ കൊടുത്തത്? അപ്പം ഞങ്ങൾ ഇത്രയും കൊടുത്തു, മറ്റൊരു എത്രയാണ് കൊടുത്തത്? അപ്പം ഇതിങ്ങനെ എന്തോ അന്വേഷിച്ച് നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും. എന്നിട്ട് ഇവരിത്ര കൊടുത്തിട്ട് അവരെ ഭക്ഷണം എങ്ങനെ, അവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെ? സംഗതി വശാൽ ഈ അന്വേഷണവും പഠനവും ഗവേഷണവും ഒക്കെ ഈ ഹജ്ജിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതോ ഒരു നേരം ഈ കുറച്ച് ആളുകൾക്ക് ഉച്ചഭക്ഷണം ഇല്ല, അല്ലെങ്കിൽ രാത്രി ഭക്ഷണം ആയാലും കുഴപ്പമൊന്നുമില്ല, രാത്രി ഭക്ഷണം ഇല്ല. അതോടുകൂടി ഇയാളെ സ്വഭാവമാണ് മാറി. ഹാജിയാണ്, നോക്കണം, ഇയാളെ സ്വഭാവമാണ് മാറി. ഇയാൾ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു.
അപ്പോൾ ഈ കൊടുത്തതും പറഞ്ഞതും ഒക്കെ തീർന്നു. അവിടെ വിളിച്ചു പറഞ്ഞു ഇത്ര ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങളടുത്ത് അല്ലെങ്കിൽ തന്നെ കുറച്ച് കൂടുതലാണ്, അപ്പുറത്ത് അത്രേ ഉള്ളൂ. നിങ്ങൾ ഏത് കമ്മിറ്റിന്റെ കീഴിൽ പോകണമെന്ന് എനിക്കറിയില്ല, ഞാൻ അതൊന്നും മനസ്സിലാക്കിയിട്ട് പറയില്ല, പൊതുവായിട്ട് പറയാണ്. ഇതൊക്കെ എവിടെയെങ്കിലും സംഗതിവശാൽ ചെന്ന് കൊള്ളുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. അങ്ങനെ അപ്പൊ എന്താ ഇവിടെ വിഷയം? ഇത് നമ്മുടെ സ്വബർ പരീക്ഷിക്കുന്ന സന്ദർഭവും കൂടിയാണ്. നമ്മുടെ ക്ഷമ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പൊടുന്നനെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്ത്? അതിനാണ് സബർ എന്ന് പറയുന്നത്. അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ റൂമിൽ ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഇയാൾ ആകെ വികാര വിക്ഷുബ്ധനായി ഒരു സീനൊക്കെ ഒന്നിലധികം സീനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പര് റൂമിൽ ഇങ്ങനെ റാഹത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മൂപ്പർക്ക് തന്നെ ഒരു തോന്നലുണ്ട് വേണ്ടിയിരുന്നില്ലാന്ന്. അപ്പോൾ മൂപ്പര് അതുകൊണ്ടല്ലേ ഞാൻ ക്ഷമിച്ചത്. എവിടെ? ഈ സീനൊക്കെ കഴിഞ്ഞ ശേഷം ആ പരിപാടിക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് റൂമിലിരിക്കുമ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ ക്ഷമിച്ചത് എന്ന് പറയുന്ന ആ പരിപാടിക്കല്ല ഇസ്ലാമിൽ ക്ഷമ അല്ലെങ്കിൽ സ്വബർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുക്കൽ അവിടെ ചെന്ന് ആ മരിച്ച ആളെ ഓർത്ത് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുന്ന ഒരു സ്ത്രീയുടെ കഥ ഹദീസുകളിൽ കാണാം. സഹോദരി ഇങ്ങനെ അലമുറട്ട് കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സഹോദരി ഇങ്ങനെ കരയരുത്, മരണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഏത് മനുഷ്യനും അങ്ങനെ ഉപദേശിക്കുമല്ലോ. അങ്ങനെ ഉപദേശിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉപദേശം അവർക്ക് തീരെ പിടിച്ചില്ല. ഇത് നിങ്ങൾ ആരും അല്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും മരിച്ചു നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് മേക്കിട്ട് കയറി. പ്രവാചകൻ അവിടുന്ന് പോയി. അപ്പോൾ ആളുകൾ അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, അത് ആരാന്നറിയോ? അത് അള്ളാന്റെ റസൂലാണ്, നിങ്ങൾ എങ്ങനെ ആളുകളോട് പെരുമാറുന്നത്? അപ്പൊ അവർക്കും തന്നെ കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടി. അവർ റസൂലുള്ളാന്റെ അടുക്കൽ വന്നു. അത് റസൂൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ അപ്പത്തൊരു വേദനക്ക് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ നോക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊല, ഒരു വിപത്തുണ്ടാകുന്ന ആദ്യഘട്ടത്തിലെ നമ്മുടെ പ്രതികരണം എന്തോ അതാണ് സബ്ർ. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഉന്തിത്തള്ളി തിക്കിത്തിരക്കി നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ വജ്ഹാണ് കാക്ഷിക്കുന്നത്. മറ്റൊരുത്തന്റെ മേലെ ആധിപത്യം നേടി എനിക്കവിടെ വ്യക്തിപരമായിട്ട് യാതൊന്നും നേടാനില്ല എന്ന ബോധ്യത്തോടെ ക്ഷമാപൂർവം ഈ കാര്യങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയണം എന്നതാണ് മറ്റൊരു കാര്യം. വേറൊരു സംഗതി, നമ്മളിപ്പോ കുറെ ആളുകൾ ഒന്നിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മളൊരു 3 ആൾ പോവുകയാണെങ്കിൽ ഒരാളെ അമീറാക്കണം, ഇമാറത്തേൽപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മുടെ ഹജ്ജ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹജ്ജ് യാത്രകൾക്കൊക്കെ അമീർ ഉണ്ടാകുന്നത്. ഹജ്ജ് യാത്രക്ക് മാത്രമല്ല, നമ്മൾ സ്വന്തം നിലക്ക് കുടുംബസമേതമോ അല്ലാതെയോ നടത്തുന്ന ടൂറുകൾക്കൊക്കെ, ഹലാലായ യാത്രകൾക്കൊക്കെയും ഇതുപോലെ അമീറുമാരെ നിശ്ചയിക്കണം. അങ്ങനത്തെ ഒരു ശീലവും നമുക്കുണ്ടാവണം. എന്നിട്ട് ആ അമീറിനെ നമ്മൾ അനുസരിക്കണം. മൊത്തം ഇസ്ലാമിക കാര്യങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു അമീർ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈർ എന്നുകൂടി നിങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ ഈ നേതൃത്വം നമുക്ക് നിശ്ചയിക്കപ്പെട്ട് തന്നാൽ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ കണിശമായിട്ട് പാലിക്കണം. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഗവേഷണം നടത്തരുത്. ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പ് രാവിലെ മുതൽ ഈ സമയം വരെയും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ പൊതുവായ നിർദ്ദേശങ്ങളും പൊതുവായ മൂല്യങ്ങളും പൊതുവായ ചൈതന്യവും പൊതുവായ ചിത്രവുമാണ്. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണോ ഹജ്ജിന് പോകുന്നത് അവരാണ് മൂർത്തമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുക. ആ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ആ നിർദ്ദേശങ്ങൾ നൽകുന്ന നിങ്ങളുടെ ലീഡർഷിപ്പിനെ ഏതവസ്ഥയിലും നിങ്ങൾ അനുസരിക്കണം. അല്ലെങ്കിൽ ഹജ്ജ് എന്ന് പറയുന്ന ഈ സംഘടിതമായി ചെയ്യുന്ന കർമ്മത്തിൽ അത് വമ്പിച്ച പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കും എന്ന കാര്യവും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ നേതൃത്വത്തെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് വിശദീകരിക്കുന്നില്ല ഞാനിപ്പോൾ. ഒരു കാര്യം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കാം. നേതൃത്വത്തെ അനുസരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ പരസ്പരം മാനിക്കുക എന്ന് പറയുന്നത്. ഈ ആരാധനയുടെ തെറ്റായ സങ്കല്പങ്ങൾ ആളുകളെ സ്വാധീനിച്ചിട്ട് ചില ആളുകൾക്ക് ഹജറുൽ അസ്വദിനെ നേരിട്ട് മുത്തിയേ പറ്റൂ. അവിടെ കിടന്ന് ഷഹീദായാലും വേണ്ടിയില്ല, ഹജറുൽ അസ്വദ് മുത്തണം. ഒരു വിട്ടുവീഴ്ചക്കും മൂപ്പര് തയ്യാറില്ല. അല്ലെങ്കിൽ ചില ആളുകൾക്ക് മത്താഫിന്റെ തൊട്ടടുത്താണ് മക്കാം ഇബ്രാഹിം, നേരത്തെ ഇവിടെ കാണിച്ചു. അവിടെ തന്നെ മാറി നിന്ന് എവിടെയാണോ സൗകര്യം, മക്കാം ഇബ്രാഹിമിന്റെ ഭാഗത്ത് മക്കാമു ഇബ്രാഹിമിന്റെ പേരിൽ എവിടെ വെച്ച് നിസ്കരിക്കാൻ പറ്റും അവിടെ വെച്ച് നിസ്കരിക്കാന്നല്ലാതെ മക്കാം ഇബ്രാഹിമിന്റെ സ്തൂപത്തിന്റെ മുമ്പ് തന്നെ നിസ്കരിക്കണം എന്ന് ഒരുത്തം വാശി പിടിച്ചാലോ? ഇത് ഇസ്ലാമിന്റെ യഥാർത്ഥ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പിടി ആരാധനാ കർമ്മങ്ങളാണ്, അത് നിർവഹിച്ചാൽ റബ്ബ് പ്രസാദിക്കും എന്ന് കരുതുന്ന തെറ്റായ ധാരണയിൽ നിന്നുണ്ടാകുന്ന ഒരു വഴിതെറ്റിയ ആത്മീയതയാണ്. ഇസ്ലാമിന്റെ ഹജ്ജ് ഈ ആത്മീയതയെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ഇത്
റബ്ബ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. റബ്ബിന്റെ വിളി കേട്ട് വന്നവരാണ് നാം, പോവുകയാണ് നമ്മൾ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അപ്പോൾ നാഥൻ വിളിച്ചിരിക്കുകയാണ്. ആരെ വിളിച്ചിരിക്കണത്? വഅദ്ദിം ബിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്. നാനാദിക്കുകളിൽ നിന്ന് പല വിധത്തിൽ ലഭ്യമാകുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് ആളുകൾ ഒരേ ദിശയിലെ ഒരു ഭാഗത്തേക്ക് പല വഴിയെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് റബ്ബിന്റെ വിളിയാണ്. നിങ്ങൾ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്തവനാണെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരായ അവിടെ കൂടിയ ലക്ഷോപലക്ഷം വിശ്വാസികളൊക്കെയും റബ്ബിന്റെ വിളിക്ക് ഉത്തരം കേട്ട് വന്നവരാണ്. അവരൊക്കെ ളുയൂഫുല്ലാ എന്നാണ് അറബിയിൽ പറയാറ്. അള്ളാഹുവിന്റെ അതിഥികളാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ ഇത്രയും ആളുകൾ അവർ സദ്യക്ക് ക്ഷണിച്ചിട്ട് ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ച് ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ അത് ഇവരെ അനാദരിക്കൽ മാത്രമല്ല, നിങ്ങളെ അനാദരിക്കലും കൂടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹജ്ജ്, അള്ളാഹുവിന്റെ അതിഥികളെ മുഴുവൻ മാനിക്കാൻ നമുക്ക് കഴിയണം. എനിക്കിത് ചെയ്യണം, എനിക്ക് ഈ കർമ്മം ചെയ്യണം, എനിക്കതിന്റെ ഒന്നാം സ്ഥാനം കിട്ടണം എന്ന് ചിന്തിച്ചാൽ പോരാ. വയൂസിറൂന അലാ അംഫുസിഹിം വലൗ കാന ലഹും ഖസാസ. മുഹാജിറുകളും തമ്മിൽ പൂത്തുലഞ്ഞ അനിതര സാധാരണമായ സാഹോദര്യത്തിന്റെ, ആ ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തം മിമ്മാ ഊതു വയൂസിറൂന അലാ അംഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അതായത് പങ്കുവെപ്പ് നമുക്കിപ്പോൾ വലിയ പ്രയാസമാണ്. ആകെ 2 കുട്ടികളാണ് ഉണ്ടാവുക. കൊല്ലത്തൊക്കെ ആകുമ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം അങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ആകെ 2 കുട്ടികളാണ് ഉണ്ടാകുക. എന്നിട്ട് നമ്മൾ കളിക്കോപ്പ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും ഒന്നും കൂടി വാങ്ങിച്ചാളി, എന്തേ ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു അടി വേണ്ട. അപ്പോൾ 2 കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ കളിക്കോപ്പ്. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്താ, പങ്കുവെപ്പ് ശീലമില്ല. അപ്പോൾ മക്കൾക്ക് സ്വന്തമായിട്ട് കാശുണ്ടായ വാപ്പയും ഉമ്മയും വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റത്തിലാണെങ്കിലും മക്കൾ വേറെ വീടുണ്ടാക്കി പോവും. മൂത്ത മോൻ മാത്രമല്ല, 2ാമത്തെ മോനും പോവും. എന്നിട്ട് തറവാട്ട് വീട്ടിൽ, സാമാന്യം നല്ല തറവാട്ട് വീട്ടിൽ ബാപ്പയും ഉമ്മയും തനിച്ചാവും. ഈ കൾച്ചറല്ല, ഈ സംസ്കാരമല്ല ഇസ്ലാമിന്റെ സംസ്കാരം. ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഇത് ഒക്കെ ഇതിൽ മാതാപിതാക്കളോട് മാത്രമല്ല, മനുഷ്യർക്കിടയിൽ തന്നെ പങ്കുവെപ്പിന്റെ സംസ്കാരമാണ്. ഇസ്ലാമിക സാഹോദര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഉണ്ടാകേണ്ടത് ആ പങ്കുവെപ്പിന്റെ സാഹോദര്യമാണ്. നമ്മളിലേക്ക് ഒരു സംഘം വരുമ്പോൾ ആ സംഘം എന്തെല്ലാം കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് നമ്മൾ നോക്കിയില്ല. അതാണ് അള്ളാഹ് പറയുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു വരുന്നവർ എന്തെല്ലാം കൊണ്ടാണ് വരുന്നത് എന്ന് മദീനക്കാര് നോക്കിയില്ല. മാത്രമല്ല പിന്നെ ഇവരുടെ കയ്യിലുള്ളതൊക്കെയും ഇവരെക്കാളേറെ മുൻഗണന നൽകി അവർക്ക് നൽകുകയും ചെയ്തു. അവരിങ്ങോട്ട് എന്തൊക്കെ കൊണ്ടാണ് വരുന്നത് എന്ന് അങ്ങോട്ട് നോക്കിയില്ല. പകരം നമ്മുടെ കയ്യിലുള്ളതൊക്കെയും പരമാവധി അവർക്ക് മുൻഗണന എന്ന നിലക്ക് കൊടുത്തു. അതാണ് വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തം മിമ്മാ ഊതു വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഇതാണ് ഇസ്ലാമിക സാഹോദര്യം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. അതുകൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ലാ യഖ്ലിദുഹു ലാ യഹ്കിറുഹു വലാ യളിമുഹു വലാ യഖ്ദുലുഹു. അവനെ നിന്ദിക്കരുത്, ഉപദ്രവിക്കരുത്, വില കുറച്ച് കാണരുത്. ഒരു മുസ്ലിമിനെ മുസ്ലിമായ തൻ്റെ ഒരു സഹോദരനെ നിന്ദിക്കുക എന്നത് മാത്രം മതി ഒരാൾ കുറ്റവാളിയാവാൻ എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഇത്രയും ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്നെക്കാളേറെ മറ്റിൻ്റെ സഹോദരന്, എന്നെക്കാളേറെ എൻ്റെ സഹോദരന്, എന്നെക്കാളേറെ എൻ്റെ സഹോദരിക്ക് എന്ന ഒരു മനോഭാവമാണ് നമുക്കിടയിലെങ്കിൽ അതാണ് ഇബ്രാഹിമി മില്ലത്തിലെ മെമ്പർമാരുടെ ഏറ്റവും മികവുറ്റ ലക്ഷണം എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളിയിട്ട് എൻ്റെ അമല് പൂർത്തീകരിക്കലല്ല ഇത്. ഇബ്രാഹിമി മില്ലത്തിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ലോക മുസ്ലിങ്ങളുടെ ഒരു അന്തർദേശീയ സമ്മേളനമാണ്, ഒരു സംഗമമാണ്. അവിടുത്തെ ഓരോ മെമ്പറെയും പരിഗണിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ആ ആദരവും ആ പരിചരണവും അതായത് അപ്പൊ ഉന്തിത്തള്ളി തിക്കിത്തിരക്കി തമ്മിൽ അകലാനല്ല, ഉന്തിത്തള്ളി തിക്കിത്തിരക്കി കുറെ കൂടി ഈഴടുപ്പത്തോടെ ഒരൊറ്റ ഉമ്മയാവാൻ അതിന് ഹജ്ജിലൂടെ നമുക്ക് സാധിക്കണം. അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ധാരാളമായിട്ട് ദ്വാരക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മീനയിലെ ഈ ടെൻറ്റത്ത് കഴിഞ്ഞിട്ട് ഈ ടെൻറ്റത്ത് 10 ആളുകളോടൊന്ന് വർത്താനം കഴിഞ്ഞിട്ട് അപ്പുറത്തെ ടെൻറ്റിലെത്തിയിരിക്കണം 30.
അങ്ങനെ സംസാരിക്കാനല്ല, അനാവശ്യമായ സംസാരങ്ങളല്ല, ധാരാളമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ പരത്തി പറയാ. പടച്ചോനെ ദുനിയാവ് നന്നാക്കണേ, ആഖിറം രക്ഷപ്പെടുത്തണേ എന്ന് മാത്രം ഒറ്റവാക്ക് പറയാതെ ഓരോ കാര്യങ്ങൾ എടുത്തു പറയാം. രാജാതിരാജന്റെ റബ്ബ്, രാജാതിരാജന്റെ മുമ്പിൽ നിങ്ങളുടെ സങ്കട ഹരജി അതിന്റെ വിശാലതയോടെ അങ്ങ് കെട്ടഴിക്കുക. ളുഹറിന് പ്രാർത്ഥിച്ചത് തന്നെ അസറിനും പ്രാർത്ഥിക്കുക. കൂടെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ധാരാളമായിട്ട് പ്രാർത്ഥിക്കുക. ഒന്നുകിൽ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം, ആ ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം എന്തോ അങ്ങനെ തന്നെ അള്ളാഹു ഉത്തരം ചെയ്യും. അല്ലെങ്കിൽ ചോദിച്ചത് കിട്ടൂല, പകരം ഒരു വിപത്ത് തട്ടിമാറ്റും. അതുമല്ലെങ്കിൽ ഇതൊരു സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടും. ഞാൻ അതിന്റെ അറബി ഹദീസൊക്കെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഉദ്ധരിക്കാതിരിക്കണം. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. മൂന്നാലൊരു രീതിയിൽ ഉത്തരം കിട്ടാത്ത ഒരു ദുആയുമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിൻ്റെ സംഘാടകരായ ആളുകൾക്ക് വേണ്ടി, ലോക ഇസ്ലാമിക ചലനങ്ങൾക്ക് വേണ്ടി, ഇഖാമത്തുദ്ദീനിൻ്റെ വഴിയിൽ മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നീക്കങ്ങൾക്ക് വേണ്ടി, ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടി കച്ചകടറ്റി ഇറങ്ങിയ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ നാശത്തിന് വേണ്ടി, അങ്ങനെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം, അവരുടെ ചികിത്സയുടെ വിഷയം, അവരുടെ പഠനത്തിൻ്റെ വിഷയം, അവരുടെ തൊഴിലിൻ്റെ പ്രശ്നം, നമ്മുടെ വളർത്തുമൃഗങ്ങൾ, നമ്മുടെ കിണറ്റിലെ വെള്ളം, നമ്മളുടെ കാർഷിക വിളകൾ, അങ്ങനെ എന്തൊക്കെ ഏർപ്പാടുകളുണ്ടോ, നമ്മുടെ കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും റബ്ബേ ഞങ്ങളുടെ കാര്യം ഞങ്ങളെ തന്നെ ഏൽപ്പിക്കല്ലേ എന്നാണല്ലോ നമ്മുടെ ദുആ. അപ്പൊ റബ്ബിനോട് ചോദിക്കണം, ഒരു മടിയില്ലാതെ ചോദിക്കണം. ഉദഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരും. ഇതാണ് റബ്ബിന്റെ വാഗ്ദാനം. നമുക്ക് ചോദിക്കുന്നത് ദേഷ്യമാണ്, പക്ഷെ റബ്ബിന് ചോദിക്കുന്നിടത്തോളം നമ്മോട് ഇഷ്ടമാണ്. അതുകൊണ്ട് ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം. അതിനുള്ള സന്ദർഭവും കൂടിയായിരിക്കണം ഈ ഹജ്ജ്. റഹ്മാനായ റബ്ബ്, ഇവിടെ നമ്മൾ രാവിലെ മുതൽ നിങ്ങൾ പലയിടത്തുനിന്നും കുറെ കേട്ടിട്ടുണ്ടാവും. ആ കേട്ടതിൽ നിന്നെല്ലാത്തിലും ഏറ്റവും ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സ് പറയുന്നത് ഏതോ അത് പിൻപറ്റി ആ ഒരടിസ്ഥാനത്തിൽ ചിട്ടയോടെ ഈ കർമ്മം നിർവഹിക്കാൻ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ ഈ സഹോദരന്മാരും സഹോദരികളും നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട്, നിന്റെ ഭവനം ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാഥ. നീ അത് കബൂൽ ചെയ്യണേ റബ്ബേ. അവരെ ആപത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അപകടകരമായ വല്ല രോഗത്തിൻ്റെയും ബീജങ്ങൾ ഞങ്ങളിൽ വളരുന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, നീ തന്നെ അത് കരിച്ചു കളയണേ നാഥ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒരു പഴയകാല പ്രവർത്തകൻ ഫക്രുദ്ദീൻ സാഹിബ്, കരുനാഗപ്പള്ളി ക്ലാപ്പന പ്രദേശത്തുള്ള ഫക്രുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. അതുപോലെ നിങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട പലരും ഇതുപോലെ ഉണ്ടാകും. അവരെക്കുറിച്ചൊക്കെ നമ്മളെക്കാളേറെ റബ്ബിനറിയാം. റബ്ബേ, ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ കരുണ കാണിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ലോകത്തെ ഇസ്ലാമിക സമൂഹത്തെ നിലംപരിശാക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ ഒപ്പിച്ച് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ധിക്കാരം കാണിക്കുന്ന ആളുകളുണ്ട്. അവരെ നീ അമർച്ച ചെയ്യണേ നാഥ. നിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സാധ്യമാകുന്ന രീതിയിലുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ചെറു സംഘങ്ങളുമുണ്ട് റബ്ബേ. അവരുടെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ തമ്പുരാനെ. അവരുടെ പ്രയത്നങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീഴ്ചകൾ നീ പുറത്തു തരണേ തമ്പുരാനെ. അവസാനം നിനക്കിഷ്ടപ്പെട്ട ദാസന്മാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.